നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ ഹരിനാമ കീർത്തനത്തിന് എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 5-ാം പദ്യം. ചിത്തശുദ്ധീകരണത്തിന് എളുപ്പവഴി നാമജപത്തോടു കൂടിയ നിരന്തരമായ ഈശ്വര അനുസന്ധാനമാണ്. തൻ്റെ കൃതി അതിനുപകരിക്കണമെന്ന് കവി കരുതുന്നു. അതിനായി ഈ സദ്യുത്തമത്തിൽ പലരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ് അടുത്ത പദ്യം. 5-ാം പദ്യം. ഹരിനാമകീർത്തനമിതുര ചെയ്വതിന് ഗുരുവരുളാല ദേവകളും അരുൾ ചെയ്ത ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവുമുര ചെയ്വതിന്നരുൾക നാരായണായ നമഃ. ഹരിനാമ കീർത്തനമിത് ഈ ഭഗവത് നാമ കീർത്തനം ഉര ചെയ്വതിന് രചിക്കുന്നതിന് അഥവാ തുടർന്നുച്ചരിക്കുന്നതിന് ഗുരുവരുളാലെ ഗുരുകാരുണ്യത്താലെ ഗുരുകാരുണ്യത്തിലൂടെ ദേവകളും ഭൂസുരരും ദേവന്മാരും ബ്രാഹ്മണരും അരുൾ ചെയ്യുക കാരുണ്യം വർഷിക്കുക. ഭുവി ഭൂമിയിൽ നരനായി ജനിച്ച് മനുഷ്യജന്മം ലഭിച്ച് മരണം ഭവിപ്പളവും മരിക്കുന്നതുവരെ ഉര ചെയ്വതിന്നരുൾക ഭഗവൻ നാമം ഉച്ചരിച്ചു കഴിഞ്ഞുകൂടുവാൻ കരുണ കാണിക്കുക. നാരായണായ നമഃ. നാരായണനായ അങ്ങേക്ക് നമസ്കാരം. ഈ ഭഗവത് നാമ കീർത്തനം രചിക്കുന്നതിന് അഥവാ തുടർന്നുച്ചരിക്കുന്നതിന് ഗുരുകാരുണ്യത്തിലൂടെ ദേവകളും ബ്രാഹ്മണരും കാരുണ്യം വർഷിക്കുമാറാകണം. ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടിയ നിലയ്ക്ക് മരണം വരെ ഭഗവൻ നാമം ഉച്ചരിച്ച് കഴിഞ്ഞുകൂടാൻ കരുണ കാണിക്കണേ. അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം. ഗുരുകാരുണ്യം, ദേവകാരുണ്യം, ബ്രഹ്മകാരുണ്യം. നിരന്തരമായ ഈശ്വരബുദ്ധി പുലർത്തി ജീവിതയാത്ര തുടരാനുള്ള എളുപ്പവഴിയാണ് നാമസ്മരണവും കീർത്തനവും. ഇത് സാധിക്കണമെങ്കിൽ ഈശ്വരൻ മാത്രമാണ് സത്യമെന്നും ഈശ്വരപ്രാപ്തിയാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യമെന്നും കാലേക്കൂട്ടി ഉറയ്ക്കണം. ഈശ്വരനാണ് സത്യമെന്ന് വെറുതെ വിശ്വസിച്ചതുകൊണ്ട് മാത്രമാവില്ലല്ലോ. ശ്രുതി, യുക്തി, അനുഭവം ഇവയുടെ പശ്ചാത്തലത്തിൽ അത് ഉറപ്പു വന്നെങ്കിലേ പറ്റൂ. ഇവിടെയാണ് വ്യക്തമായ വസ്തുബോധത്തോടെ സദാ ബ്രഹ്മനിഷ്ഠനായി കഴിയുന്ന ഒരു ഗുരുവിൻ്റെ കാരുണ്യം ആവശ്യമായി തീരുന്നത്. ഗുരു ശ്രുതിവാക്യങ്ങൾ ഉദ്ധരിച്ചും യുക്തി വിവരിച്ചും സ്വാനുഭവം വെളിവാക്കിയും സത്യം ഉപദേശിക്കുന്നതോടെ ഈശ്വരൻ മാത്രമാണ് സത്യമെന്ന യാഥാർത്ഥ്യം സംശയാതീതമായി തെളിയുന്നു. പരമാനന്ദപ്രാപ്തിയും ജീവിതധന്യതയും ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ ഉണ്ടാവൂ എന്നറിയുന്നതോടെ ജീവിത ലക്ഷ്യം എന്തെന്ന കാര്യത്തിലും ഉറപ്പുവരുന്നു. പ്രപഞ്ചത്തെ നിയമാനുസൃതം പ്രവർത്തിപ്പിച്ചു പോരുന്ന എല്ലാ ഘടകങ്ങളിലും തുടർന്ന് ദേവഭാവന സംജാതമാകുന്നു. പ്രപഞ്ചത്തെ നിയമാനുസൃതം പ്രവർത്തിപ്പിച്ചു പോരുന്ന എല്ലാ ഘടകങ്ങളിലും തുടർന്ന് ദേവഭാവന സംജാതമാകുന്നു. ദേവഭാവന ആകെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് മാറ്റം വരുത്തുന്നതോടെ സത്യജിജ്ഞാസുവിൻ്റെ ഹൃദയത്തെ ദിവ്യ ചൈതന്യം കൊണ്ട് നിറച്ച്
ജഡത്വം അകറ്റുകയും ചെയ്യും. ഭാവന എങ്ങനെയോ ചിത്തം അങ്ങനെ രൂപം കൊള്ളുമെന്നാണ് നിയമം. സൂര്യചന്ദ്രാദി പ്രപഞ്ച ഘടകങ്ങളെല്ലാം വെറുതെ ജഡമാണെന്ന് കരുതിയാൽ അങ്ങനെ കരുതുന്നയാളിൻ്റെ ചിത്തത്തിനും ജഡത്വം വർദ്ധിക്കും. നേരെ മറിച്ച് അവയൊക്കെ ചേതനനായ ഈശ്വരൻ്റെ ദേവരൂപങ്ങളാണെന്ന യാഥാർത്ഥ്യം ധരിക്കാൻ കഴിഞ്ഞാൽ ആദ്യം അത് അവനവനു തന്നെ ഗുണകരമായി ഭവിക്കും. നമ്മെ ജീവിക്കാൻ സർവഥാ സഹായിക്കുന്ന ദേവന്മാരെ യജ്ഞാദി ക്രിയകൾ കൊണ്ട് പ്രസാദിപ്പിക്കണമെന്നാണ് ഗീതയിൽ ഭഗവാൻ ആവശ്യപ്പെടുന്നത്. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ഗീത 3-ാം അധ്യായം 11-ാം ശ്ലോകം. യജ്ഞം കൊണ്ട് ദേവന്മാരെ ഭാവന ചെയ്യണം. എന്നാൽ ദേവന്മാർ മനുഷ്യരിൽ പ്രീതരാകും. ഇങ്ങനെ പരസ്പരം പ്രീതി വർദ്ധിച്ചാൽ അതിരറ്റ ശ്രേയസ്സുണ്ടാകും. മുക്തസംഗനായി ഈശ്വരബുദ്ധി പുലർത്തി അനുഷ്ഠിക്കുന്ന ഏതു കർമ്മവും യജ്ഞമാണെന്നാണ് ഗീതാ സിദ്ധാന്തം. ഹരിനാമകീർത്തന രചന ഒരു മഹായജ്ഞമായിട്ടാണ് ആചാര്യൻ കരുതുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ദേവന്മാരുടെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നത്. ഗുരു ഉപദേശിക്കുന്ന വസ്തുബോധം ഉറപ്പു വന്നാലേ ദേവസങ്കല്പം ദൃഢപ്പെടൂ. അതുകൊണ്ടാണ് ഗുരുവരുളാല ദേവകളും അരുൾ ചെയ്യുക എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. ഭൂമിയിലെ സുരന്മാരാണ് ബ്രാഹ്മണർ. ഉപനിഷത് മതമനുസരിച്ച് ബ്രഹ്മനിഷ്ഠ നേടിയവരാണ് ബ്രാഹ്മണർ. അതുകൊണ്ട് ഭൂസുര ശബ്ദത്തിന് ജാതിബ്രാഹ്മണനെന്ന അർത്ഥം ഗ്രഹിക്കുന്നത് ശ്രുതി സമ്മതമായിരിക്കേയില്ല. ബ്രഹ്മത്തെ അറിയുന്നയാൾ സാക്ഷാത് ബ്രഹ്മമായി തന്നെ ഭവിക്കുന്നു എന്നാണ് ശ്രുതി ഘോഷിക്കുന്നത്. ബ്രഹ്മനിഷ്ഠന്മാരുടെ ദർശന സ്പർശനാദികൾ പോലും ലൗകികന്മാർക്ക് അതിരറ്റ അനുഗ്രഹമായി ഭവിക്കുന്നു. അതുകൊണ്ടാണ് ആചാര്യൻ അരുൾ ചെയ്യുക ഭൂസുരരും എന്നപേക്ഷിച്ചിരിക്കുന്നത്. നരനായി ജനിച്ചു ഭുവി. ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടുന്നത് മഹാഭാഗ്യമാണ്. നിത്യമെന്തെന്നോ അനിത്യമെന്തെന്നോ വിവേചനം ചെയ്തറിയാനുള്ള വിശേഷ ബുദ്ധി മനുഷ്യനു മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഭാഗവത പുരാണം പറയുന്നത് ഇങ്ങനെയാണ്: ബ്രഹ്മാവ് വിവിധ തരത്തിലുള്ള അനേകം ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. ഒടുവിൽ സത്യം കണ്ടറിയാൻ ബുദ്ധിയുള്ള മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സു തെളിഞ്ഞത്. സത്യം ബോധിക്കുന്ന ബുദ്ധിയാണ് ബുദ്ധി. മനുഷ്യബുദ്ധിക്ക് ആ കഴിവുണ്ടായിരിക്കെ അത് സാധിക്കുന്നില്ലെങ്കിൽ ജന്മം വ്യർത്ഥമായി തീരുമെന്ന് പറയേണ്ടതില്ലല്ലോ. സത്യാന്വേഷണത്തിന് പാകപ്പെട്ട ലോകവും മനുഷ്യലോകമാണ്. അതുകൊണ്ട് മനുഷ്യജന്മം പാഴാക്കരുതേ എന്ന് സൂചിപ്പിക്കാനാണ് നരനായി ജനിച്ചു ഭുവി എന്ന ഭാഗം ആചാര്യൻ ചേർത്തിരിക്കുന്നത്. മരണം ഭവിപ്പളവും ഉര ചെയ്വതിന്നരുൾക. ജീവിതം ഒരു തുടർച്ചയാണ്. രൂപപരിണാമങ്ങളിൽ കൂടെയുള്ള തുടർച്ച. ഒരു പദാർത്ഥം അതിൻ്റെ ഇപ്പോഴത്തെ രൂപം വെടിഞ്ഞാൽ അനിവാര്യമായും മറ്റൊരു രൂപം അംഗീകരിക്കേണ്ടി വരും. ഒരു രൂപം വെടിയുക എന്ന് പറഞ്ഞാൽ മറ്റൊരു രൂപം അംഗീകരിക്കുകയാണെന്നാണ് അർത്ഥം. മറിച്ച് ഒരു രൂപം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു രൂപം വെടിയുകയെന്നാണ് അർത്ഥം. ഈ രൂപപരിണാമം ഇന്ന് ആധുനിക ശാസ്ത്രം പോലും പൂർണ്ണമായി സമ്മതിക്കുന്ന പദാർത്ഥ രഹസ്യമാണ്. രൂപപരിണാമങ്ങളാണ് ജനന മരണങ്ങൾ. ബോധസ്വരൂപമായ ആത്മാവ് ഇന്ന് ഒരാളിൽ നിലവിലുണ്ടെങ്കിൽ നാളെ അതില്ലാതാവുക സാധ്യമല്ല. അത് ഇന്നത്തെ രൂപം വെടിഞ്ഞാൽ മറ്റൊരു രൂപത്തിൽ നാളെ പ്രത്യക്ഷപ്പെട്ടേ തീരൂ. ബോധവസ്തുവിന് രൂപപരിണാമം ഉണ്ടാകുന്നത് അത് പ്രതിബിംബിക്കുന്ന ജഡോപാധിയെ ആശ്രയിച്ചാണ്. 3-ാം പദ്യത്തിൽ അഹങ്കാര സ്വരൂപം ചർച്ച ചെയ്തപ്പോൾ ഇക്കാര്യം നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. ചിത്തമാണ് ഈ ജഡോപാധി. ഇക്കാര്യം പ്രത്യക്ഷത്തിൽ നമുക്ക് കണ്ടറിയാവുന്നതേയുള്ളൂ. ഒരു വ്യക്തി തത്കാലം ആരാണെന്ന് നിർണയിക്കാനുള്ള ഘടകം അന്തഃക്കരണം വഴി പ്രകടമാകുന്ന അയാളുടെ അഹന്തയാണ്. ഒരു വ്യക്തി തത്കാലം ആരാണെന്ന് നിർണയിക്കാനുള്ള ഘടകം അന്തഃക്കരണം വഴി പ്രകടമാകുന്ന അയാളുടെ അഹന്തയാണ്. ഇവൻ കള്ളനാണ്, ഇവൻ ഗായകനാണ്, ഇവൻ കവിയാണ്, ഇവൻ അസുരനാണ്, ഇവൻ ദേവനാണ് എന്നൊക്കെ വ്യക്തികൾ വേർതിരിയുന്നത്
ചിത്തസങ്കല്പങ്ങളെയും അതിനെ തുടർന്നുള്ള പ്രവൃത്തികളെയും ആശ്രയിച്ചാണെന്ന് തീർച്ചയാണല്ലോ. ചുരുക്കത്തിൽ ഒരു വ്യക്തി ഇന്ന് ഏതു തരക്കാരനാണ്, നാളെ ഏതു തരക്കാരനായിരിക്കും എന്നൊക്കെ നിർണയിക്കുന്ന ഒരേയൊരു ഘടകം ചിത്തസങ്കല്പങ്ങളാണ്. മനുഷ്യന് മാത്രം ഈ ചിത്തവൃത്തികളെ കുറേയൊക്കെ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഉദാത്തങ്ങളായ ചിത്തവൃത്തികൾ ഉപേക്ഷിച്ച് നീചവൃത്തികൾ കൈക്കൊള്ളാം. നീചവൃത്തികൾ ഉപേക്ഷിച്ച് ഉത്തമങ്ങളായ ചിത്തവൃത്തികൾ സ്വീകരിക്കാം. എന്തു തന്നെയായാലും ചിത്തവൃത്തികളാണ് വ്യക്തിസ്വരൂപം നിർണയിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ മരണവേളയിൽ നിലവിലുള്ള ചിത്തവൃത്തി ആയിരിക്കും രൂപപരിണാമത്തിലെ അടുത്ത ഘട്ടം നിർണയിക്കുന്ന ഘടകം. മരണവേളയ്ക്ക് തൊട്ടു മുമ്പുള്ള ചിത്തവൃത്തിക്കനുസരണമായി തുടർന്ന് ജനിക്കേണ്ടി വരുമെന്ന് സാരം. ചിലർ ശാസ്ത്രജ്ഞന്മാരായോ കവികളായോ ചക്രവർത്തിമാരായോ ഒക്കെ ജനിക്കാൻ കൊതിച്ചു എന്ന് വരും. ജീവിതത്തിൽ തുടർന്ന് ചിരകാലം ആവർത്തിച്ച് ഉറപ്പിച്ചിട്ടുള്ള അഭിലാഷമായിരിക്കും മരണവേളയിൽ ഇങ്ങനെ ഉത്കടമായി പ്രത്യക്ഷപ്പെടുക. ഒരിക്കൽ കൂടി വായിക്കാം. ചിലർ ശാസ്ത്രജ്ഞന്മാരായോ കവികളായോ ചക്രവർത്തിമാരായോ ഒക്കെ ജനിക്കാൻ കൊതിച്ചു എന്ന് വരും. ജീവിതത്തിൽ തുടർന്ന് ചിരകാലം ആവർത്തിച്ച് ഉറപ്പിച്ചിട്ടുള്ള അഭിലാഷമായിരിക്കും മരണവേളയിൽ ഇങ്ങനെ ഉത്കടമായി പ്രത്യക്ഷപ്പെടുക. അവർക്കത് നിശ്ചയമായും സാധിക്കുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രനിയമം. ഏതു രീതിയിലായാലും ജനന മരണങ്ങൾ പ്രയോജനശൂന്യങ്ങളായ കെട്ടുപാടുകളായിട്ടാണ് സത്യദർശികൾ കാണുന്നത്. അതുകൊണ്ട് രൂപപരിണാമ പ്രവാഹം വെടിഞ്ഞ് സത്യസ്വരൂപത്തിൽ ലയിക്കുക എന്ന മോക്ഷമാണ് യഥാർത്ഥ ജീവിത ലക്ഷ്യമായിരിക്കേണ്ടതെന്ന് അവർ നിർദ്ദേശിക്കുന്നു. ഇത് സഫലമാവണമെങ്കിൽ ജീവിതത്തിലുടനീളം സത്യസ്വരൂപം വിചാരം ചെയ്തുറപ്പിക്കണം. മരണവേളയിൽ സത്യസ്വരൂപത്തെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കാനും കഴിയണം. ഭാഗവതത്തിൽ പരീക്ഷിത്ത് ശുകനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മരണം പ്രതീക്ഷിക്കുന്ന ആൾ എന്തു ചിന്തിക്കണം, എന്തു പറയണം? ഇവയാണ് പ്രധാന ചോദ്യങ്ങൾ. ആത്മതത്വം എന്തെന്നറിയാതെ കളത്രപുത്ര ധനമാനാദിയിൽ ഭ്രമിക്കുന്ന ലൗകികന്മാർക്ക് ചിന്തിക്കാൻ നൂറുകൂട്ടം കാര്യങ്ങൾ നിശ്ചയമായി ഉണ്ടായിരിക്കും എന്നാണ് ശുകൻ്റെ മറുപടി. എന്നാൽ യഥാർത്ഥത്തിൽ സ്മരിക്കേണ്ടത് എന്തെന്നാണ് അദ്ദേഹം തെളിച്ചു പറയുന്നു. ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭ പരഃ പുംസാം അന്തേ നാരായണ സ്മൃതി. ശ്രീമദ് ഭാഗവതം 2:1-6. ജീവിതത്തിൽ സാഖ്യയോഗാദി ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിനും സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിനുമൊക്കെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ: മനുഷ്യജന്മത്തിൻ്റെ പരമ ഉദ്ദേശം സാധിക്കുക. അതത്രേ നാരായണനെ മാത്രം ഓർമ്മിച്ചുകൊണ്ട് ദേഹത്യാഗം സാധിക്കുക. എന്തായാലും വിവേകിയായ മനുഷ്യൻ ഒന്ന് ചിന്തിക്കുന്നത് നന്ന്. മരണവേളയിൽ ഈ ലോകത്തുള്ള ആരെയെങ്കിലും എന്തിനെയെങ്കിലും കുറിച്ച് സ്മരിക്കുന്നത് കൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ എന്നല്ല, നിത്യജീവിത വൃത്തിക്കായി അഭ്യസിച്ച എല്ലാ പാഠങ്ങളും അവിടെ ആശ്വാസം തരാൻ കഴിയാതെ പ്രയോജനശൂന്യങ്ങളായി തീരുകയാണ്. വസ്തുത ഇതാണെങ്കിൽ മരണവേളയിൽ ക്ലേശകരങ്ങളായ ലോകകാര്യങ്ങളെല്ലാം മറക്കാനും ആനന്ദസ്വരൂപനായ ഭഗവാനെ സ്മരിക്കാനും കഴിയണം. മരണവേളയിൽ പെട്ടെന്നത് സാധിക്കാൻ ആർക്കും കഴിയുകയില്ല. മനസ്സിനെ ചിരകാലം ആവർത്തിച്ചഭ്യസിപ്പിക്കുന്ന കാര്യം മാത്രമേ മരണവേളയിൽ ശക്തിയായി ഓർമ്മിക്കൂ. ഒരിക്കൽ കൂടി വായിക്കാം. മരണവേളയിൽ ക്ലേശകരങ്ങളായ ലോകകാര്യങ്ങളെല്ലാം മറക്കാനും ആനന്ദസ്വരൂപനായ ഭഗവാനെ സ്മരിക്കാനും കഴിയണം. മരണവേളയിൽ പെട്ടെന്നത് സാധിക്കാൻ ആർക്കും കഴിയുകയില്ല. മനസ്സിനെ ചിരകാലം ആവർത്തിച്ചഭ്യസിപ്പിക്കുന്ന കാര്യം മാത്രമേ മരണവേളയിൽ ശക്തിയായി ഓർമ്മിക്കൂ. ഇത് മനഃശാസ്ത്ര നിയമമാണ്. അപ്പോൾ ജീവിതത്തിലുടനീളം ഈശ്വരൻ മാത്രമാണ് സത്യമെന്ന് മനസ്സിനെ അഭ്യസിപ്പിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാളിന് മാത്രമേ ഈ ലക്ഷ്യം നേടാൻ പറ്റൂ. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മരണം ഭവിപ്പളവും ഉര ചെയ്വതിന്നരുൾക എന്ന് ആചാര്യൻ പ്രാർത്ഥിച്ചിരിക്കുന്നത്. കർമ്മപ്രവാഹമാണ് ജീവിതം. ജനന മരണങ്ങളെന്ന രൂപപരിണാമങ്ങളാണ് ഇതിലെ ഘട്ടങ്ങൾ. ഈ രണ്ടു കാര്യങ്ങളും
ആധുനിക ശാസ്ത്രത്തിന് പോലും ഇന്ന് തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. പ്രപഞ്ചമായി കാണപ്പെടുന്ന സകലതും സൂക്ഷ്മമായ ശക്തിസ്പന്ദനം പോലും സദാ ചലിച്ച് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിയാമക ഘടകങ്ങൾ കർമ്മവും പരിണാമവുമാണ്. ഇത് രണ്ടും എവിടെ തുടങ്ങി, എവിടെ അവസാനിക്കും? ഈ ചോദ്യങ്ങൾക്കുത്തരം കണ്ടുപിടിച്ചാൽ ജീവിത രഹസ്യം അതോടെ വെളിവാകും. ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരമാണ് ആചാര്യൻ 6-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ